ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഏറെ അഭിമാനം നൽകുന്ന ഒരു ഫോഴ്സാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇതിലേക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ, എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് രണ്ട് തസ്തികകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആദ്യമായിട്ട് നാവിക് ജനറൽ ഡ്യൂട്ടിയും നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചുമാണ്. ഈ രണ്ട് ബ്രാഞ്ചിലേക്കാണ് നിയമനം നടക്കുന്നത്. അതിൽ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് +2 ആണ് യോഗ്യത. പക്ഷേ ഈ +2 ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾക്ക് മാത്സും ഫിസിക്സും പേപ്പറായിട്ട് പഠിച്ച ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. +2 പാസ്സായതുകൊണ്ട് മാത്രം ഈ ഒരു ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. മറിച്ച് നിങ്ങൾക്ക് മാത്സും ഫിസിക്സും ഒരു പേപ്പറായിട്ട് പഠിച്ച് പാസ്സായവരായിരിക്കണം. രണ്ടാമതായിട്ട് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണ്. ഈ ഒരു ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്ന 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് ഇതിന് നിങ്ങൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ്. 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ് ഇവിടുത്തെ പ്രായപരിധി. 1 സെപ്റ്റംബർ 2003 മുതൽ 31 ഓഗസ്റ്റ് 2007 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇതിനകത്തൊരു എക്സംഷൻ ഉള്ളത് SC ST ആൻഡ് OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സളവ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇനിയും ഈ ഒരു പ്രായപരിധിക്കകത്തുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ അപേക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു ക്രൈറ്റീരിയ. മറ്റൊരു കാര്യം ഇതിന്റെ വേക്കൻസിയാണ്. ഇതിൽ GDയിൽ വേക്കൻസികളുടെ മുഴുവൻ എണ്ണം എന്ന് പറയുന്നത് 260 ആണ്. മുഴുവൻ വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത് 260 ആണ്. എന്നാൽ നാവിക് DBയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വേക്കൻസികളുടെ എണ്ണം 40 എണ്ണം മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ രണ്ടും അപ്ലൈ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. ഇനിയും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത്. ഇത് ആദ്യമായിട്ടുള്ള സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഏതാണ്ട് 3 ഘട്ടങ്ങളുള്ള ഒരു പ്രോസസ്സാണ്. ആദ്യമായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ബയോമെട്രിക് റെക്കോർഡിംഗ് ഉണ്ട്, ശേഷം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് CBT എക്സാമിനേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് ശേഷമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ CBT എക്സാമിനേഷനിൽ നിങ്ങൾ നേടുന്ന മാർക്ക് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിനും നിങ്ങളുടെ സോൺ പ്രിഫറൻസ് കൺസിഡർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ജോലി ലഭിക്കുന്നതിനും ഒക്കെ അടിസ്ഥാനമാകുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ്. ആദ്യമായിട്ട് നാവിക് DB ഇതിൽ ഒരു എക്സാമാണ്, റിട്ടൺ ടെസ്റ്റ് ആണുള്ളത്. സെക്ഷൻ 1 എന്ന ക്രൈറ്റീരിയയിലാണ് വരുന്നത്. ഇവിടെ 30 മാർക്ക് പാസിംഗ് മാർക്കാണ്. റിസർവേഷൻ ഇല്ലാത്ത വിഭാഗങ്ങൾക്കും ഇക്കണോമിക്കലി വീക്കറായിട്ടുള്ളവർക്കും OBCക്കും ഈ മാർക്ക് തന്നെ മിനിമം മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. അതായത് ഈ മാർക്ക് ഇല്ലാത്തവരെ എക്സാമിനേഷനിൽ നിന്ന് പുറത്താക്കും. എന്നാൽ ഈ ഒരു മാർക്ക് നേടി എന്നതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സെക്ഷൻ കടന്നു എന്ന് അർത്ഥമില്ല. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കിന് മുകളിലോട്ടായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. ഇനിയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊരു വിഭാഗത്തിലേക്ക് മാറുമ്പോൾ ഇവർക്ക് മിനിമം 27 മാർക്ക് നേടിയിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. ഈ മാർക്ക് നേടാത്ത പക്ഷം SC ST വിഭാഗങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കത്തില്ല എന്നുള്ളതാണ് ഈ ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയ. അതായത് ഈ ഒരു ബെഞ്ച് മാർക്ക് മിനിമം നിങ്ങൾ നേടിയിരിക്കണം. ഇനിയും നാവിക് GDയിലേക്ക് എത്തുമ്പോൾ ഇവിടെ 2 എക്സാമുകളുണ്ട്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഈ സെക്ഷൻ 1ഉം സെക്ഷൻ 2വിനും സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്ക്, അതായത് സെക്ഷണൽ ബെഞ്ച് മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. മാത്രമല്ല രണ്ടിലും കൂടിയും ഒരു സെക്ഷണൽ മാർക്ക് നേടിയിരിക്കണം. ഇവിടെ ജനറൽ അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്ക് 50 മാർക്കും സെക്ഷൻ 1ന് 30 മാർക്കും സെക്ഷൻ 2ന് 20 മാർക്കും നേടിയിരിക്കണം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതിന് യോഗ്യതയുള്ള ആളല്ല. പാർട്ട് 1ന് 30 മാർക്കോ പാർട്ട് 2വിന് 20 മാർക്കോ ടോട്ടലായിട്ട് 50 മാർക്കോ നിങ്ങൾ നേടാത്ത പക്ഷം നിങ്ങൾ എന്താവും, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും. ടോട്ടലായിട്ട് നിങ്ങൾ 50 മാർക്ക് മേടിക്കുകയും 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് ഈ മാർക്ക് മേടിക്കാതിരിക്കുകയും ചെയ്താലും നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി SC ST വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ടോട്ടൽ മാർക്ക് 44 മാർക്കും പേപ്പർ 1ന് 27 മാർക്കും പേപ്പർ 2വിന് 17 മാർക്കുമാണ്. ഇവിടെയും ആദ്യം പറഞ്ഞ അതേ ക്രൈറ്റീരിയ തന്നെ ബാധകമാണ്. 44 മാർക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിന് 17 മാർക്കോ 27 മാർക്കിൽ കുറവോ ആണ് മേടിക്കുന്നതെങ്കിൽ ടോട്ടൽ 44 മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ അയോഗ്യരായി മാറുന്നതായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ്
എക്സാമിനേഷനിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ സെക്ഷൻ 1 എന്ന് പറയുന്ന എക്സാമിനേഷനിൽ എത്തുമ്പോൾ ഇവിടെ മാക്സിമം മാർക്ക് 60 ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. ക്വസ്റ്റ്യനുകളുടെ എണ്ണം 60 ഇവിടെ മാത്സ് 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, സയൻസ് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷ് 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, റീസണിങ് 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, GK 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇവിടത്തെ സിലബസും ക്വസ്റ്റ്യനുകളും 10ാം ക്ലാസ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് എടുത്തു പറയുന്നു. ഇനിയും സെക്ഷൻ 2 എത്തുമ്പോൾ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ 30 ക്വസ്റ്റ്യനുകളുടെ എണ്ണം 50 ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ മാത്സ് 25 ക്വസ്റ്റ്യൻ, ഫിസിക്സ് 25 ക്വസ്റ്റ്യൻ. ഇത് കൂടാതെ നിങ്ങൾക്ക് യോഗ്യത അല്ലെങ്കിൽ ചോദ്യത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് 12th ലെവലിലെ മാത്സും ഫിസിക്സും ആയിരിക്കും ഇവിടുത്തെ ചോദ്യത്തിന്റെ യോഗ്യതയായിട്ട് വരുന്നതെന്ന് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 നിങ്ങൾക്ക് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഇത് OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ OMR ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതായത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനെ ജസ്റ്റ് ക്വാളിഫയിങ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇത് പാസ്സാവാത്ത പക്ഷം നിങ്ങൾ ഡിസ്ക്വാളിഫൈഡും ആയിരിക്കും. നിങ്ങൾ പാസ്സായേ മതിയാകൂ, പക്ഷേ ഇതൊരു റാങ്ക് മേക്കിംഗ് ആയിരിക്കത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ പാസ്സാവാനുള്ള മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുകയും വേണം. രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റേജ് 2 രണ്ടാമതായിട്ട് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസിൽ 3 ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ആദ്യമായിട്ട് 1.6 കിലോമീറ്റേഴ്സ് 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് 20 സ്ക്വാട്ട് അപ്സ് ആണ്. അടുത്തത് 10 പുഷപ്സ് ആണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് കണ്ടിന്യൂറ്റിയോട് കൂടി തന്നെ ചെയ്യേണ്ടതാണ്. ഒരിടത്ത് പോലും നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുന്ന പക്ഷം നിങ്ങൾ ഫിറ്റ്നസിൽ ഫെയിൽഡ് ആയതായിട്ട് കൺസിഡർ ചെയ്യുകയും നിങ്ങൾ ഔട്ട് ആവുന്നതുമായിരിക്കുമെന്ന് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇനിയും അതിനുശേഷമുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം റിക്രൂട്ട്മെന്റിന് മുമ്പുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇത്രയും ഘട്ടങ്ങൾ കടന്നെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റേജ് 3 സെലക്ട് ആവുകയുള്ളൂ. സ്റ്റേജ് 3 നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ളത് മെറിറ്റ് ലിസ്റ്റ് ആണ്. ഇവിടെ ആദ്യത്തെ 2 ഘട്ടങ്ങളും കടന്ന ശേഷം മെറിറ്റ് ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യപ്പെടുന്നത് ഫിസിക്കൽ ഫിറ്റ്നസും മെഡിക്കൽ ടെസ്റ്റും പാസ്സായി അതിനുശേഷം സ്റ്റേജ് 2 ക്വാളിഫയിങ് ടെസ്റ്റും പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആദ്യം എഴുതിയ എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് ജോലി മേടിച്ചു തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. മാത്രവുമല്ല നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന സോണുകൾ ഒക്കെ തീരുമാനിക്കുന്നത് ആദ്യത്തെ പരീക്ഷയുടെ മാർക്കായിരിക്കും. അതായത് അവർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത മാർക്കുള്ള ഒരാൾക്ക് ജോലി കിട്ടണമെന്നില്ല. രണ്ടാമതായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരേ മാർക്ക് കിട്ടിയ ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ പ്രായക്കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും ജോലി കിട്ടുക. പ്രായക്കുറവുള്ള ആൾക്കാരെ അവര് പിന്നീട് അടുത്ത അവസരത്തിന് വേണ്ടി മാറ്റി നിർത്തുന്നതായിരിക്കും എന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ കാണുന്നത്. അതായത് പ്രായക്കൂടുതലുള്ളവർക്ക് പ്രായക്കുറഞ്ഞ ആളിനേക്കായാലും ഒരേ മാർക്കാണ് എങ്കിൽ പ്രായം കൂടിയ ആൾക്കാർക്കും ജോലി കിട്ടുക എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് സ്റ്റേജ് 3 ആണ്. ഇതൊരു ട്രെയിനിങ് സ്റ്റേജ് ആണ്. ഈ ഒരു ട്രെയിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ബേസിക് ഐഡന്റിറ്റി ചെക്ക് ഉണ്ടായിരിക്കും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ പ്രൊഫഷണലി പാസ് ഓർ ഫെയിൽ എന്ന് കൃത്യമായിട്ട് അവർ അസസ് ചെയ്യുന്നു. അതിനുശേഷം പ്രീ എൻറോൾമെന്റ് മെഡിക്കൽ നടക്കും. അത് INS ചിൽക്ക എന്ന് പറയുന്ന ട്രെയിനിങ് സെന്ററിൽ വെച്ചായിരിക്കും. അടുത്തത് സബ്മിഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്, പോലീസ് വെരിഫിക്കേഷൻ, അതർ അസോസിയേറ്റഡ് ഫോംസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അക്വയർ ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേജ് 3 അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതാണ്. ഇനി സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഘട്ടത്തിൽ തന്നെ നമ്മൾ ഏതെങ്കിലും കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷന്റെ വാലിഡിറ്റി ഒതന്റിക്കേറ്റ് ചെയ്യുകയും ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ലാതെ വരികയും ഒതന്റിക്കേഷൻ ഇല്ലാതെ വരികയും ചെയ്താൽ നിങ്ങളെ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഒരു ട്രെയിനിങ്ങിൽ നിന്നും ജോലിയിൽ നിന്നും പുറത്താക്കുന്നു എന്നുള്ളതാണ് സ്റ്റേജ് 4. അതായത് നമ്മൾ കൊടുക്കുന്ന ഇതൊക്കെ വെറും സാങ്കല്പികമായും സിസ്റ്റമാറ്റിക് ആയിട്ടും മാത്രമുള്ളതാണ്. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് മെഡിക്കലും ഫിറ്റ്നസും ഒക്കെ ക്ലിയർ ചെയ്ത ഒരാൾക്ക് പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ജെന്യുവൻ ആണെങ്കിൽ യാതൊരുവിധ ടെൻഷനും വേണ്ടാത്ത കാര്യമാണ് സ്റ്റേജ് 4 വരെ. ഇതോടുകൂടി നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എക്സാമിനേഷൻ ഫീയെ സംബന്ധിച്ച കാര്യമാണ്. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 300 രൂപയാണ് എക്സാമിനേഷൻ ഫീ. EWS, OBC ഈ വിഭാഗങ്ങൾക്കും ഒപ്പം ജനറൽ കമ്മ്യൂണിറ്റിക്കും ഈ 300 രൂപ ഫീ ആയിട്ട് അടയ്ക്കാവുന്നതാണ്. ഇതിന് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ QR കോഡ് ഇങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. എന്നാൽ SC/ST വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിങ്ങൾക്ക് ഫീ ഇല്ല. ഈ ഒരു നോട്ടിഫിക്കേഷൻ തികച്ചും മെയിൽ കാൻഡിഡേറ്റിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്തതായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ എന്നാണ് ക്ലോസ് ആവുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത് 11-ാം തീയതി ആയിരുന്നു, ഈ മാസം 11-ാം തീയതി ആയിരുന്നു. ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുന്നത് 25/2/2025 അതായത് ഈ മാസം 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ joinindiancoastguard.cdac.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും, നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാവരും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. അതിനായിട്ട് ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കുക. നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് തന്നെ മുമ്പോട്ട് പോയി പഠിച്ചെഴുതി ഈ ഒരു തസ്തികയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി നേടാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.